വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 20 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും. 3-ാം പ്രവചനം. യേശു തന്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുൾ ചെയ്തു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ജീവിതാന്ത്യം മുൻകൂട്ടി കണ്ട യേശു. ശിഷ്യന്മാരുമൊത്ത് യേശു ഒരിക്കൽ ജെറൂസലം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ്. യാത്രാമധ്യേ യേശു ശിഷ്യന്മാരോടായിട്ട് തന്റെ ജീവിതാന്ത്യത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശു അവരോടായിട്ട് പറയുന്നു, ഏതാനും നാളുകൾക്കുള്ളിൽ താൻ മഹാപുരോഹിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമെന്നും അവർ തന്നെ കുറ്റക്കാരനായി വിധിച്ച് വിജാതീയർക്ക് വിട്ടുകൊടുക്കുമെന്നും വിജാതീയർ തന്നെ എല്ലാ തരത്തിലും മർദ്ദിച്ച് അവസാനം കുരിശിൽ തറച്ച് കൊല്ലുമെന്നും യേശു അവരോടായിട്ട് പറയുന്നു. തുടർന്ന് യേശു പറയുന്നു, ഞാൻ മരിച്ചാലും 3-ാം ദിവസം തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. യേശു തന്റെ ജീവിതത്തിന്റെ അന്ത്യം ഏതുവിധത്തിലാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശിഷ്യന്മാരെ ധരിപ്പിക്കുന്നത് ഇത് 3-ാം തവണയാണ്. എല്ലാം തന്നെ ദൈവത്തിന്റെ അനന്തപരിപാലനയുടെ ഭാഗമെന്ന നിലയിൽ തന്നിലൂടെ നിറവേറപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങൾ എന്ന രീതിയിലാണ് യേശു അവയെ നോക്കിക്കാണുന്നത്. അങ്ങനെ തന്നിലൂടെ നിറവേറപ്പെടുന്ന പെസഹാരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം ആയിട്ട് നാം മനസ്സിലാക്കേണ്ടത്.